അപ്പൊ ഗൈസ് ഇന്ന് 6 മാസം തികയുമാണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ ഡേയില് നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. യെസ് ഗൈസ്, ഞാൻ ഇതുവരെ പോവാത്തൊരു സ്ഥലമാണ് ഗൈസ്. ആ സ്ഥലം ഏതാണെന്നും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴി ഈ വ്ലോഗിലൂടെ മനസ്സിലാവും. സോ നമുക്ക് ഫസ്റ്റിലെ ട്രെയിൻ കയറാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജംഗ്ഷൻ. ഗൈസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വീടെത്തി ഗൈസ്. അതാണ് എന്റെ വീട്. ആരും നോക്കുന്നു, ഉമ്മച്ചിയാണെന്ന് തോന്നുന്നു. ഉമ്മച്ചി വീഡിയോ കണ്ട് പൊളിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ട് കാണാം. വിശക്കുന്നു, ഫുഡൊന്നും കഴിച്ചില്ല, ബാ ഓടിക്കോ ഗൈസ്. അപ്പൊ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു, രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ കഴിച്ചു. അപ്പൊ നമ്മുടെ യൂബർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കേറി സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോണം ഗൈസ്. അപ്പൊ നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ എത്തി. അപ്പൊ ഇനി നമ്മുടെ സ്പെഷ്യൽ സ്ഥലത്തേക്ക് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം 2:45. അപ്പൊ നമ്മൾ ഇനി എടപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും പ്ലേസ്. ഗൈസ് ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാനിത് പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം ഗൈസ്. അപ്പൊ ഞങ്ങൾ കുറെ നേരമായി സ്പെഷ്യൽ സ്ഥലം എന്ന് പറയുന്നത്. എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിട്ട് സ്പീക്കിൽ നിൽക്കും, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേന്നുള്ളതിന്റെ ഒരു ക്ലൂ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് പോകാനുള്ള മയിൽ വാഹനവും നമ്മുടെ എത്തിയിട്ടുണ്ട്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു മാരിഡ്. നമ്മളങ്ങനെ ബഗ്ഗിയിൽ കയറി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാ. നമ്മുടെ ചെക്ക് ഇൻ ടൈം പറഞ്ഞത് 3 PM ആണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇവിടുത്തെ ആക്ച്വലി ഫുഡ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അസുർ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഇൻ മാരീഡ്. ഇവിടെ വന്നപ്പോ തന്നെ ബട്ടർഫ്ലൈ പീ ഫ്ലവർ ഡ്രിങ്ക് തന്നു. നമുക്കപ്പോ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറൊക്കെ. ഇത് നാരങ്ങുള്ളോ? കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ, നാരങ്ങുള്ളോ. എനിക്ക് ഇവിടെ വന്നപ്പോ ഫസ്റ്റ് മൈൻഡിലേക്ക് എന്താ വന്നേന്നറിയോ എന്നുവെച്ചാ, പണ്ട് ലുലുവില് വരുമല്ല, ലുലുവിൽ എപ്പോഴും വരുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എന്താണെന്നറിയോ, മാരിയറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊന്നും താമസിക്കുന്ന ഹോട്ടലല്ല. അതായത് അവിടെ ആകെ സിനിമാ നടന്മാർക്കും പിന്നെ ഇവിടെ ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഫുട്ബോൾ കളി സ്റ്റേഡിയത്തിൽ അവർക്കൊക്കെ മാത്രം, പിന്നെ എയർ ഹോസ്റ്റസ് ഇവർക്കൊക്കെ മാത്രം താമസിക്കാൻ പറ്റിയൊരു ഹോട്ടലാണെന്നൊക്കെയാണ് എൻ്റെ ഒരു മൈൻഡിൽ. അപ്പം ഞാൻ വാപിച്ചെടുത്തറിയാം, വാപിച്ച് വലിയ വലിയ സിനിമാ നടന്മാർ അവരൊക്കെ ഇവിടെ വാപിച്ച് താമസിക്കണത്. എന്നിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ റൂംസിലൊക്കെ ലൈറ്റൊക്കെ കത്തിക്കിടക്കണതാണ് രാത്രി. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഷോ ആ റൂമിൽ ഏത് നടനായിരിക്കും. എൻ്റെ വിചാരം എന്താ, ഇവിടെ ഫുൾ നടന്മാരാ താമസിക്കുന്നത്, അവർക്ക് മാത്രം ഉള്ള ഹോട്ടലാന്നുള്ളൊരു ഇതായിരുന്നു ഗൈസ്. അതിൻ്റെ ലോബിയിൽ ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഐ ഫീൽ വെരി പ്രൗഡ് ഗൈസ്. ഗൈസ് നേരത്തെ ഞങ്ങൾ അവിടെയാണ് നിന്നത്, ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി ഗൈസ്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു കൊച്ചിയുടെ ഒരു 1/4 ഭാഗം ഇങ്ങനെ കാണാം, ഇത്ര ഒരു സ്പാനില്. നല്ല എനിക്ക് തോന്നുന്നു നൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി കിടിലം വ്യൂ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അതും കാണിച്ചു തരാം. അപ്പം നമുക്ക് റൂം കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ. 017 ആണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ഒരു ഓഫീസ് റൂമും ബെഡ്റൂമും കൂടി കമ്പൈൻ ചെയ്ത് വെച്ച ഒരു ഫീലുണ്ട്. നമുക്ക് ഓൾറെഡി കാണാൻ TV ഒക്കെ അവരിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. കൊള്ളാം, നല്ലൊരു അടിപൊളി സ്പേസ്, എനിക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ട്. അപ്പം നമുക്കിനി റൂം ടൂർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എൻട്രിന്ന് തന്നെ തുടങ്ങാം. കമോൺ. ഇത് തുറന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നാമത് ഫുള്ള് മിററാ. ഇത് തുറന്നാണോ അടച്ചാണോ ഇട്ടിരിക്കുന്നതെന്ന് പോലും മനസ്സിലാവത്തില്ല. ഇത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് ഗൈസ് എൻട്രൻസ്. ഇവിടെ കുറെ സ്വിച്ച് ഒക്കെ ഉണ്ട്. ഡോറിൽ നമ്മുടെ എമർജൻസി എക്സിറ്റ് ഒക്കെ ഉണ്ട്. എങ്ങടെ ഓടുണ്ട് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂം ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ കബോർഡ് ഉണ്ട് ഗൈസ്. കുബേരനിലെ ദിലീപ് ഇടുന്ന സാധനം. അയൺ ബോക്സും അയൺ ചെയ്യാനുള്ള ടേബിളും ഇവിടെ തന്നെ ഉണ്ട്. രണ്ടും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ട. ഭയങ്കര ഉരുക്ക് മരവാ, എല്ലാ മരത്തിലാ ചെയ്തിരിക്കുന്ന കേട്ടാ.
ഗൈസ് ലോക്കർ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒളിപ്പിച്ച് വെക്കാം. ലോണ്ടറി ബാസ്ക്കറ്റ്, മാരിയറ്റിന്റെ ചെരുപ്പ്, ഇതെന്തുവാ? ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം. ഗൈസ് ഹെയർ ഡ്രയർ, നല്ല ക്യൂട്ട് ഹെയർ ഡ്രയർ ഗൈസ്. നമുക്കിനി ഇതടയ്ക്കാം. അടുത്തത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫുൾ ഒരു അടിപൊളി സെറ്റപ്പ് ഗൈസ്. പ്രീമിയം കെറ്റിൽ, കപ്പ്, ഗ്ലാസ്, വെള്ളം, ഇതെന്തോ ഇത് ഗ്രീൻ ടീ, കോഫി, പാൽപ്പൊടി, പഞ്ചസാര, ഇത് ഐസ് ഇടുന്ന പാത്രം. ഇത് ഞാൻ പണ്ട് മറ്റേ എയർ ഇന്ത്യയിലെ കണ്ടിട്ടുള്ളൂ, അവരുടെ തന്നെ സാധനങ്ങൾ. ഇത് നോക്കും, മാരിയറ്റിന്റെ തന്നെ സാധനങ്ങളാണ്. സത്യം, എല്ലാം മാരിയറ്റിന്റെ. അതും ഭയങ്കര പ്രീമിയം പാക്കേജ്. പ്രീമിയം പാക്കേജ്. ഇത് വീട്ടിൽ കൊണ്ടാവുമോ? തീർച്ചയായും വീട്ടിലല്ലേ, ഇപ്പൊ കഴിക്കാം. ഓക്കെ, ഇതിന്റെ കൂടെ ഇച്ചിരി പിസ്ത അണ്ടിപ്പരിപ്പും കൂടി വെക്കായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. എല്ലാം തുറന്നു നോക്കാം, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. എന്ത് ഇപ്പൊ എന്താ പറയാ, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഫ്രിഡ്ജിലൊന്ന് ചൂട് വരുന്നല്ലോ. പക്ഷെ ഇതൊന്നും ഞാൻ കുടിക്കത്തില്ല, എന്നാലും കൊള്ളാം. ഇതെന്തുവാ? ഹായ്, ഇതെന്തുവാ? മിഠായി, പെബിൾസ് മിഠായി. 250 രൂപയുടെ മിഠായി ഒക്കെ ആട്ടോ വെച്ചിരിക്കുന്നത്. വേറെന്തോ കൂടിയുണ്ട്. ചോക്ലേറ്റ് ആണോ ഇതും? ആ അതെ, ചോക്ലേറ്റ്. ഗൈസ് ഒരാൾ കൊള്ളാലോ, ഈ ചോക്ലേറ്റ്. ഇതൊക്കെ നിങ്ങൾ അന്ന് വന്നപ്പോ ഉണ്ടായ മെനു ഉണ്ടല്ലേ? മെനു ഉണ്ട്. കുക്കീസ്, ചോക്ലേറ്റ്. ഗൈസ് ചോക്ലേറ്റിന് വെറും 400. ഇത് ഈ ചോക്ലേറ്റിന്റെ വിലയാണോ? ഈ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത് എടുത്തില്ല. എന്തുവാടെ? ആൽമണ്ട്സിന് 400. പിന്നെ ഇത് 400 രൂപയോ? ലുലു പോയി മേടിച്ചിട്ട് വന്നിരുന്ന് തിന്നാലോ. പെപ്സിക്ക് 225 രൂപയാണോ ഈ ക്യാന്? ഗൈസ് ഐ ആം ടോട്ടലി സാഡ്. ഗൈസ് അത് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലൊരു സാംസങ്ങിന്റെ ഒരു TV ഉണ്ട്. പിന്നെ ഗൈസ് നമുക്കൊരു ഓഫീസ് ഏരിയ ഉണ്ട്. ബിസിനസ് മാൻമാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഇത് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയ. ഇങ്ങനെ ക്ഷീണിച്ച് നടുവൊടിഞ്ഞു വരും. എന്ത് സുഖം. കൊള്ളാം ഗൈസ്, നല്ല സുഖമുണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. ബെഡ് ഗൈസ് ഇരുന്ന് നോക്കട്ടെ കേട്ടാ, ഞാൻ ഇരുന്നില്ലായിരുന്നു. ഇത് ഞാൻ മറ്റേ പൊട്ടനെ ലോട്ടറി അടിച്ച ഉണക്ക് ഞാൻ ഇങ്ങനെ കിടന്ന് കാണിക്കണത് കണ്ടിട്ട് ഗൈസ് നിങ്ങൾ എന്നെ ട്രോളരുത്. എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇനി ഞങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഞാൻ ഭയങ്കര ഇതൊക്കെ എന്ത് ആ ഒരു സാധനം ആയിരിക്കും കേട്ടോ. കൊള്ളാം, നല്ല ബെഡാ ഗൈസ്, നല്ല തലയാണ്. അപ്രൂവ്ഡ് ഗൈസ്. ഇനി ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് കർട്ടൻ ഓൺ ആൻഡ് ഓഫ്. നമുക്ക് കർട്ടൻ അല്ല ഇപ്പൊ വന്നത്, ഇനി കർട്ടൻ ഇടാം. ഗൈസ് അതങ്ങ് പോയപ്പോ ഫുള്ള് ഇരുട്ടായി. പക്ഷെ കൊള്ളാം, ഇത് വേറൊരു ആംബിയൻസ്. ഗൈസ് ഈ ഒരു രാത്രി ഇങ്ങനെ ഇരിക്കും. രാത്രി ഇങ്ങനെ ഇരിക്കും. പക്ഷെ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. ഈ ലൈറ്റ്സ് ഒക്കെ കൊള്ളാം കേട്ടോ, മിനിമലായിട്ട്. എവിടെയാണ് കണ്ടോ? ഇതിങ്ങനെ തിരിക്കാം. ഇങ്ങനെ തിരിയത്തില്ല, ഇങ്ങനെ തിരിയാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ് മാരിയറ്റിലെ റൂം ടൂറിന്റെ ദ ടോയ്ലറ്റ്. അപ്പൊ നമുക്ക് ടോയ്ലറ്റ് ഡോർ തുറക്കാം. ഡബിൾ ഡോർ ആണ് ഗൈസ്, ഡബിൾ ഡോർ സ്ലൈഡിങ് ഡബിൾ ഡോർ. ഗൈസ് കേറുമ്പോ തന്നെ കണ്ടോ ഗൈസ്, പ്രീമിയം കണ്ണാടി തന്നെ കാണാൻ കുറച്ച് പ്രീമിയം ലുക്കില്ലേ? കമന്റ് ചെയ്യൂ ഗൈസ്. ഇവിടെയും അതേന കർട്ടൻ്റെ ദേ ഗൈസ്. ഇപ്പൊ എനിക്ക് അസറുവിനെ അവൻ അവിടെ കിടക്കുമ്പോ കാണണമെങ്കിൽ ഞാൻ ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ട. അപ്പൊ ഞാനിങ്ങനെ കർട്ടൻ പൊക്കി നോക്കും. എന്താടാ ചെയ്യുന്ന അവിടെ? റൊമാൻറ്റിക് ആയിട്ട് കുളിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതായത് കുളിക്കുമ്പോ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ കുളിക്കുക. ഇവിടെ കുറെ സാധനങ്ങൾ അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. കോംബ്, സോപ്പ്, ഇത് ഷേവിങ് കിറ്റ്, ബോഡി ലോഷൻ, ഇത് ഷവർ ക്യാപ്പ്,
ഇത് സാനിറ്ററി ബാഗ്, ഇത് വാനിറ്റി കിറ്റ്, ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഡെന്റൽ കിറ്റ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് വേറെ സോപ്പ്, ഇവിടെ അകത്ത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഫേസിന് പറ്റിയ സോപ്പ്, ഇത് ബാത്ത് സോപ്പ്. കണ്ടോ, ഇനി അകത്തിരുന്ന് നമുക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇങ്ങനെ കുടിക്കാം. സെൽഫി എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ ഓർക്കുന്നു. ഇപ്പൊ ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് സെൽഫി എടുക്കുക. 3 സെക്ഷൻ ആയിട്ടാണ് ടോയ്ലറ്റ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വയ്യാതെ, അതായത് കുളിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം, ഇവിടെ ഇരുന്ന് കുളിക്കാം ഗൈസ്. കണ്ടോ, ഇങ്ങനെ ചാരി ഇരുന്നൊക്കെ കുളിക്കാം. ഇവിടെ നോക്കൂ, ഷാംപൂ, കണ്ടീഷണർ, ബോഡി വാഷ് എല്ലാം ഹെർബലിസ്റ്റിന്റെ ആണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ രാവിലെ നേരത്തെ വെളുപ്പിനെ എണീറ്റ് ട്രെയിനൊക്കെ കയറി കൊല്ലത്തുനിന്ന് എൻ്റെ വീട്ടിൽ പോയി, പിന്നെ എൻ്റെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സോ ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് ഉറങ്ങണം ഗൈസ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.